നരേന്ദ്രമോദി എവിടെ, അമിത്ഷാ എവിടെ എന്ന ചോദ്യവുമായി രാഷ്ട്രീയ എതിരാളികൾ രംഗത്തിറങ്ങുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. രാഷ്ട്രീയത്തിനുമപ്പുറം രാജ്യത്തെ കാർന്നു തിന്നുന്നവരെ തളയ്ക്കാൻ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും 6-അംഗ കർമ്മസമിതി രൂപീകരണവുമായി നിർണായക നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് രാജ്യം. ഒരു രാജ്യത്തിനെ നശിപ്പിക്കാൻ കുറെ വില്ലന്മാരിറങ്ങിയാൽ അവരെ തീർക്കാൻ, നാടിനെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം പടയാളികളും അങ്ങിറങ്ങും. അവഞ്ചേഴ്സിൽ സൂപ്പർ ഹീറോസായ രക്ഷകരുടെ ബുദ്ധിയും കഴിവും എല്ലാം ഒന്നിക്കുമ്പോൾ വില്ലന്മാർ തറപറ്റും. ഇവിടെ രാജ്യവും പ്രതീക്ഷയോടെ ആ 6 സൂപ്പർ ഹീറോസിനെ ഉറ്റുനോക്കുകയാണ്. നന്ദൻ നീലേക്കനി, എസ് സോമനാഥ്, തപൻ ഡേക്ക, വി കാമകോടി, അമർലാൽ മീണ, അനിത കർവാൾ, അങ്ങനെ രാജ്യത്തിന്റെ ആണിക്കല്ലായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി അവർ വരികയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കി ചോദ്യപേപ്പർ ചോർത്തുന്ന, വിദ്യാർത്ഥികളുടെ വിലപ്പെട്ട ജീവൻ നഷ്ടമാക്കുന്ന ലോക്കിമാരെ പൂട്ടാൻ, അവരെ ലോക്കിലാക്കാൻ അവരിറങ്ങുകയായി. പണ്ട് മൂന്നാറിൽ വി എസ് അച്യുതാനന്ദൻ കരിമ്പൂച്ചകളെ ഇറക്കിയ പോലെ, ആ 3-man ആർമി നിയമലംഘകരെ ഇടിച്ചു നിരത്തിയ പോലെ മറ്റൊരു നിർണായകമായ നീക്കം 6-അംഗ ടാസ്ക് ഫോഴ്സിലൂടെ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നൊരു ചൊല്ലുണ്ട്. അത് കൂടുതൽ ആഴത്തിലുള്ളതാണെങ്കിൽ കൂടുതൽ സൂക്ഷ്മമായി തന്നെ ചെയ്യേണ്ടി വരും. ചോദ്യപേപ്പർ ചോർച്ചയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ചില്ലറ ക്ഷീണമൊന്നുമല്ല കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി, രക്ഷിതാക്കളുടെ ആശങ്ക, യുവാക്കളുടെ പ്രതിഷേധം, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേണം. അതിനായി പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് അടിമുടിയൊരു ശുദ്ധീകരണം തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. ഹിറ്റടിച്ചോടിക്കാമെന്ന് കരുതിയ പാറ്റകൾ ഹിറ്റ് മേക്കറായിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും മുട്ടുമടക്കിയെന്ന് കരുതിയവർക്ക് തെറ്റി. കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഒരു ദശാബ്ദത്തിനിടയിൽ NDA സർക്കാരിന് ക്ഷീണമുണ്ടാക്കിയ ചോദ്യപേപ്പർ ചോർച്ചയും തുടർന്നുണ്ടായ സംഭവങ്ങൾക്കും ഉത്തരം കണ്ടെത്തുകയായിരുന്നു. പരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കുക മാത്രമല്ല, ഒരു 6-അംഗ കർമ്മസമിതി കൂടി രൂപീകരിച്ച് പരീക്ഷാ തട്ടിപ്പിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയായിരുന്നു കേന്ദ്ര സർക്കാർ. നന്ദൻ നീലേക്കനി, എസ് സോമനാഥ്, തപൻ ഡേക്ക, വി കാമകോടി, അമർലാൽ മീണ, അനിത കർവാൾ എന്നിവരെ ഉൾപ്പെടുത്തി അതിവേഗ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്രം. പരീക്ഷാ തട്ടിപ്പിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സാങ്കേതിക വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ച് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ, രക്ഷിതാക്കളുടെ ആശങ്കയ്ക്ക് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ജന്തർ മന്ദറിൽ 7 ആഴ്ച നീണ്ടുനിന്ന പരീക്ഷാർത്ഥികളുടെയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ശക്തമായ പ്രതിഷേധങ്ങളും ജൂലൈ 25-ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുവരെയുള്ള സംഭവങ്ങളുമാണ് പോയ ദിവസങ്ങളിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രതിഷേധത്തിനും ഒരു പ്രതിസന്ധിക്കും ഇടവരാത്ത രീതിയിൽ കുറ്റമറ്റൊരു സംവിധാനം തന്നെ ഒരുക്കുകയാണ് ടീം NDA. വിദ്യാഭ്യാസ മേഖലയിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തുന്ന പദവിയിൽ നിന്നും വ്യത്യസ്തമായി മുൻ ISRO ചെയർമാൻ എസ് സോമനാഥ്, മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ഡേക്ക, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, IAS ഉദ്യോഗസ്ഥനായ അമർലാൽ മീണ, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ എന്നിവരെ ഉൾപ്പെടുത്തി 6-അംഗ ടാസ്ക് ഫോഴ്സ് ഒരുക്കിയിട്ടുണ്ട്. ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ സാങ്കേതിക പദ്ധതികളിൽ ഒന്നായ 100 കോടിയിലധികം ഇന്ത്യക്കാർ രജിസ്റ്റർ ചെയ്ത ബയോമെട്രിക് സംവിധാനമായ ആധാർ വിജയകരമായി നടപ്പാക്കിയ ഇൻഫോസിസ് സഹസ്ഥാപകൻ കൂടിയായ നീലേക്കനിയുടെ പരിചയമാണ് ഒരു വജ്രായുധം. NDAയുടെ പരാജയത്തിന് പിന്നിലെ സാങ്കേതികമായ വശത്തിന് ഉത്തരം കണ്ടെത്താനും നീലേക്കനിക്കാകും എന്നതിൽ സംശയമില്ല. മതിയായ എൻക്രിപ്ഷനോ ആക്സസ് നിയന്ത്രണങ്ങളോ ഓഡിറ്റ് സംവിധാനങ്ങളോ ഇല്ലാതെയാണ് ചോദ്യപേപ്പറുകൾ സൂക്ഷിക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും. ഈ കുറവ് കണ്ടെത്താനുള്ള സാങ്കേതിക പരിജ്ഞാനം നീലേക്കനിക്കുണ്ടെന്ന് കരുതപ്പെടുന്നു. എതിർപ്പുകളെ മറികടന്ന് പരിഷ്കാരങ്ങൾ നടപ്പാക്കാനുള്ള സർക്കാർ വിശ്വാസ്യതയും പ്രധാനമാണ്. രാഷ്ട്രീയമായി എല്ലാവർക്കും സ്വീകാര്യനാണ് നീലേക്കനി. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളും വിവരങ്ങളുടെ രഹസ്യ സ്വഭാവവും സ്ഥാപനത്തിന്റെ അച്ചടക്കവും ആവശ്യമുള്ള സാങ്കേതികമായി സങ്കീർണമായ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ISRO ചെയർമാനായിരുന്ന എസ് സോമനാഥാണ് കർമ്മസമിതിയെ നയിക്കുന്ന മറ്റൊരാൾ. ആയിരക്കണക്കിന് കേന്ദ്രങ്ങൾ, ലക്ഷക്കണക്കിന് പരീക്ഷാർത്ഥികൾ, ചോദ്യപേപ്പറുകൾ സൂക്ഷിക്കാനും വിതരണം ചെയ്യാനും കൈകാര്യം ചെയ്യാനുമുള്ള സംവിധാനം എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നത് അതീവ സുരക്ഷാ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കേണ്ട കാര്യമാണ്. ഈ മേഖലയിലെ പരിചയം സോമനാഥ് സമിതിക്ക് സംഭാവന ചെയ്യും. ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയായിരുന്ന തപൻ ഡേക്കയുടേതാണ് ഏറ്റവും രാഷ്ട്രീയമായും സ്ഥാപനപരമായും പ്രാധാന്യമുള്ള നിയമനം. ചോർച്ചകൾ ഒറ്റപ്പെട്ട പ്രവർത്തനമല്ല, സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ കൂടിയാണ്. അറസ്റ്റുകൾ നടന്നിട്ടുണ്ടെങ്കിലും ചോർച്ചയ്ക്ക് പിന്നിലെ സംഘടിത ശൃംഖല ഇല്ലാതായിട്ടില്ല. ഈ ശൃംഖലകളെ കെട്ടിക്കാനാണ് ഡെക്കെ. രഹസ്യാന്വേഷണത്തിലും വിവരങ്ങൾ ചോർത്തുന്ന ശൃംഖല കണ്ടെത്തുന്നതിലുമുള്ള പരിചയം ഇവിടെ പ്രധാനമാണ്.
സാങ്കേതിക വിദ്യയ്ക്ക് മാത്രം പരിഹരിക്കാനാവാത്ത പ്രശ്നം സമിതിയിലെ ലോജിസ്റ്റിക് വിദഗ്ധനും മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായ അമൃത്ലാൽ മീണ കൈകാര്യം ചെയ്യും. വിരമിക്കുന്നതിന് മുൻപ് വിദ്യാഭ്യാസ സെക്രട്ടറിയായി പ്രവർത്തിച്ച അനിത കർവാളുമുണ്ട് ടീമിൽ. NDA പോലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്ര മന്ത്രാലയങ്ങളും തമ്മിലുള്ള ഇടപാടുകൾ എങ്ങനെയെന്ന മുൻ പരിചയമുണ്ട്. ഡിജിറ്റൽ സുരക്ഷാ രംഗത്തെ പ്രായോഗിക അനുഭവ സമ്പത്താണ് IIT മദ്രാസ് ഡയറക്ടർ V കാമകോടി. പരീക്ഷാ സോഫ്റ്റ്വെയറുകൾ കൂടുതൽ സുരക്ഷിതമാക്കുക, ചോദ്യപേപ്പറുകൾ ചോരാത്ത വിധം ഡിജിറ്റലായി എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുക, അത് രാജ്യത്തുടനീളമുള്ള കേന്ദ്രങ്ങളിൽ തടസ്സമില്ലാതെ ലഭ്യമാക്കുക എന്നിവയിലെ സാങ്കേതിക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാം കുറ്റമറ്റതാകുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം 6-അംഗ ടാസ്ക് ഫോഴ്സിനായി. നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും രംഗത്തിറങ്ങിയ ടീം നിർണായക ഇടപെടൽ നടത്തുമോ? രാജ്യം കാതോർക്കുകയാണ്.